Chapter 9. Use of Statistical Tools. ഒരു ഇക്കണോമിക്സ് വിദ്യാർത്ഥി സമൂഹത്തെ അടുത്തറിയുകയും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യണം. പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുന്നതിനും അവ വിശകലനം ചെയ്യുന്നതിനും പ്രശ്നത്തെക്കുറിച്ചുള്ള തൻ്റെ കണ്ടെത്തലുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കാര്യകാരണ സഹിതം ഭരണാധികാരികളെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുന്നതിനും പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ അനിവാര്യമാണ്. ഹൗ ടു പ്രിപ്പയർ എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമുക്കാദ്യമായി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഘട്ടങ്ങൾ. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്ക് വരെ ലഭിക്കാവുന്ന ചോദ്യം. Write different steps of making a project. A very important question that may carry up to 4 marks for the examination is concerned. First step. Identifying a problem or an area of study. പ്രശ്നം അല്ലെങ്കിൽ പഠന മേഖല തിരിച്ചറിയൽ. പ്രൊജക്റ്റിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ നാം ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രസ്തുത പ്രശ്നവുമായി ബന്ധപ്പെട്ട ദത്തശേഖരണവും അപഗ്രഥനവുമൊക്കെയായി മുന്നോട്ടു പോകാൻ കഴിയൂ. As a first step in making a project, we should have a clear idea about the problem that we intend to study. Then only we will be able to collect related data and thereby analyze the particular problem. Second step, choice of target group. പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കൽ. നാം പഠനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണോ അവരിൽ നിന്നും ഡാറ്റകൾ ശേഖരിക്കണം. അവരാണ് ടാർഗറ്റ് ഗ്രൂപ്പ്. പഠന വിഷയത്തിനനുസരിച്ച് ടാർഗറ്റ് ഗ്രൂപ്പ് മാറിയേക്കാം. ഉദാഹരണം, പ്രൊജക്റ്റ് കാറിനെ കുറിച്ചാണെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് സാമ്പത്തികമായി ഇടത്തരക്കാരും ധനികരുമായിരിക്കും. മറിച്ച് പ്രൊജക്റ്റ് കുടിവെള്ളത്തെക്കുറിച്ചാണെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെട്ടിരിക്കും. Collect data from those who are most affected by the problem we have chosen for study. They are the target group. The target group may change according to the problem we select. Third step, collection of data. ദത്തങ്ങളുടെ ശേഖരണം. പഠനത്തിനാവശ്യമായ ഡാറ്റകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനായി പ്രാഥമിക ദത്തങ്ങളോ ദ്വിതീയ ദത്തങ്ങളോ ടെലിഫോൺ അഭിമുഖമോ തപാൽ മുഖേനയുള്ള ചോദ്യാവലിയോ അനുയോജ്യമായ ഏത് രീതി വേണമെങ്കിലും അവലംബിക്കാവുന്നതാണ്. Data has to be collected for the study. Most suitable method can be adopted like primary data, secondary data, telephone interview or mailing questionnaire, etc. for data collection. Fourth step, organization and presentation of data. ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും. പ്രൊജക്റ്റിൻ്റെ
നാലാമത്തെ ഈ ഘട്ടത്തിൽ നാം ശേഖരിച്ച ഡാറ്റകൾ പട്ടികയുടെയും അനുയോജ്യമായ ഡയഗ്രങ്ങളുടെയും സഹായത്താൽ വർഗീകരിക്കുകയും ആകർഷണീയമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ദത്തങ്ങൾ അനായാസേന മനസ്സിലാക്കുന്നതിനും താരതമ്യം ലളിതമാക്കുന്നതിനും സാധിക്കുന്നു. In this fourth stage, the collected data are classified in tables and presented in suitable diagrams which make them more simple, attractive, and comparable. Fifth step, analysis and interpretation. വിശകലനവും വ്യാഖ്യാനവും. ഈയൊരു ഘട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ചില സങ്കേതങ്ങൾ അഥവാ ടെക്നിക്കുകൾ ആയ കേന്ദ്രീയ പ്രവണതകൾ, സെൻട്രൽ ടെൻഡൻസി, വിചരണം, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സഹബന്ധം, കോറിലേഷൻ എന്നിവയുടെ സഹായത്താൽ ദത്തങ്ങളെ ശരാശരി അഥവാ ഏവറേജ്, ശതമാനം അഥവാ പേഴ്സൻറ്റേജ് എന്നിങ്ങനെ കൂടുതൽ സംഗ്രഹിക്കുന്നതിനും അങ്ങനെ അർത്ഥപൂർണമായ വ്യാഖ്യാനത്തിനുതകുന്ന വിധത്തിൽ ദത്തങ്ങളെ ലളിതമാക്കുന്നതിനും കഴിയുന്നു. In this stage, data are further summarized into averages and percentages, etc., with the help of some statistical techniques such as central tendency, measures of dispersion, correlation, and so on, so that the interpretation of data becomes easy and meaningful. Sixth step, കൺക്ലൂഷൻ അഥവാ നിഗമനം. ദത്തങ്ങൾ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ചതിന് ശേഷം അർത്ഥവത്തായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ അവസാന ഘട്ടം. The last step will be to draw meaningful conclusions after analyzing and interpreting the results. Seventh step, ബിബ്ലിയോഗ്രാഫി അഥവാ ഗ്രന്ഥസൂചി. പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച മാസികകൾ, പത്രങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, ഗ്രന്ഥങ്ങൾ തുടങ്ങിയ ദ്വിതീയ ദത്തങ്ങളുടെ സ്രോതസ്സുകളാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കേണ്ടത്. In this section, you need to mention the details of all the secondary sources, that is, magazines, newspapers, research reports, books, etc., used for developing the project. Let us prepare a project. നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്താലോ? നമുക്കറിയാം, ഒരു പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നാം പഠിക്കാൻ ഉദ്ദേശിച്ച പ്രശ്നം അഥവാ പ്രോബ്ലം ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. അങ്ങനെ നമ്മുടെ വാർഡിലെ വിവിധ പ്രായക്കാരിൽ കോവിഡ് രോഗബാധ എത്രമാത്രമുണ്ടായി, ഇതേക്കുറിച്ച് പ്രൊജക്റ്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ഇതോടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പ്രൊജക്റ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് പഠന ഗ്രൂപ്പ് അഥവാ ടാർഗറ്റ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കലാണ്. നമ്മുടെ വാർഡിലെ കോവിഡ് ബാധിതരെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ നമ്മുടെ വാർഡിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളിൽ നിന്നും രോഗവിവരങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് നമ്മുടെ വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളുമാണ്. ഡാറ്റ ശേഖരണമാണ് അടുത്ത ഘട്ടം. നമ്മുടെ വാർഡിൽ 30 കുടുംബങ്ങൾ ഉണ്ടെന്നും ആകെ 100-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്നും അവരിൽ പലർക്കും കോവിഡ് രോഗബാധ ഉണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. നമുക്കറിയാം, 4-ാം ഘട്ടത്തിൽ നാം ശേഖരിച്ചിട്ടുള്ള ഡാറ്റകൾ പട്ടികയിലും ഡയഗ്രങ്ങളിലുമൊക്കെയായി കൂടുതൽ ലളിതമാക്കുകയും സ്പഷ്ടമാക്കുകയും വേണം.
പട്ടികയുടെ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ വാർഡിലെ മൊത്തം അംഗങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ 0 മുതൽ 18 വയസ്സ് വരെ, 18 മുതൽ 60 വയസ്സ് വരെ, 60-ൽ കൂടുതൽ വയസ്സുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പട്ടികയുടെ സെക്കൻഡ് കോളത്തിൽ മെമ്പേഴ്സിനെയാണ് കാണിക്കുന്നത്. 0 മുതൽ 18 പ്രായക്കാരിൽ 47 അംഗങ്ങളും 18-60 പ്രായക്കാരിൽ 55 അംഗങ്ങളും 60-ൽ കൂടുതൽ പ്രായമുള്ളവർ 28 അംഗങ്ങളും, അങ്ങനെ നമ്മുടെ വാർഡിൽ ആകെ 130 അംഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കോവിഡ് ബാധിതരാണ് തേർഡ് കോളത്തിൽ. 0-18 പ്രായക്കാരിൽ 4 പേർക്കും 18-60 പ്രായക്കാരിൽ 33 പേർക്കും 60-ന് മുകളിലുള്ളവരിൽ 19 പേർക്കും, അങ്ങനെ ആകെ 56 പേർക്ക് രോഗബാധ ഏറ്റതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പട്ടികയുടെ ലാസ്റ്റ് കോളത്തിൽ വിവിധ പ്രായക്കാരിൽ രോഗം ബാധിച്ചിട്ടില്ലാത്തവരുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നു. അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ബാർ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന പ്രൊജക്റ്റിൻ്റെ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാം. ടേബിളിൻ്റെ അവസാന കോളത്തിൽ വിവിധ പ്രായത്തിൽപ്പെട്ട കോവിഡ് ബാധിതരുടെ എണ്ണം ശതമാനത്തിൽ കാണിച്ചിരിക്കുന്നു. 0-18 പ്രായക്കാരിൽ 8.51% പേർക്ക് രോഗം ബാധിച്ചുവെന്നും 18-60 പ്രായക്കാരിൽ 60% പേർക്ക് കോവിഡ് ബാധിച്ചുവെന്നും 60-ന് മുകളിൽ പ്രായമുള്ളവർക്ക് 67.86%-നും രോഗം ബാധിച്ചുവെന്ന് നാം കണ്ടെത്തിയിരിക്കുന്നു. നാം കണ്ടെത്തിയ കാര്യങ്ങൾ കൂടുതൽ വസ്തുനിഷ്ഠമായി വ്യാഖ്യാനിക്കുന്നതിനായി മൊത്തം കോവിഡ് ബാധിതരിൽ 7% പേർക്ക് മാത്രമാണ് 0 മുതൽ 18 പ്രായഗണത്തിൽപ്പെട്ടവർക്ക് രോഗം പിടിപെട്ടതെന്നും, എന്നാൽ 18-60 പ്രായഗണത്തിൽപ്പെട്ട 59% പേർക്കും കോവിഡ് ബാധിച്ചുവെന്നും 60-ൽ കൂടുതൽ പ്രായമുള്ളവരിൽ 34% പേർക്കും രോഗം ബാധിച്ചു എന്നും കാണിക്കുന്ന പൈ ഡയഗ്രം അരികിലായി കൊടുത്തത് ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പായ കൺക്ലൂഷനിലേക്ക് വരാം. 0-18 പ്രായക്കാരിൽ 8.51% പേർക്ക് മാത്രമാണ് രോഗബാധ ഉണ്ടായത്. മൊത്തം കോവിഡ് ബാധിതരിൽ അത് വെറും 7% മാത്രമാണ്. അതിനാൽ സ്കൂൾ ഷുഡ് ബി ഓപ്പൺഡ് എന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. പതിനെട്ട് 60 പ്രായക്കാരിൽ 60% പേർക്കും രോഗം ബാധിച്ചുവെന്നും മൊത്തം രോഗികളിൽ 59% പേരും ഈ പ്രായക്കാർ ആയതിനാൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന വിവാഹം പോലുള്ള ചടങ്ങുകൾ നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെടാം. 60 വയസ്സിന് മുകളിലുള്ളവരിൽ 67.86% പേർക്കും രോഗം പിടിപെട്ടുവെന്നും അവർ മൊത്ത രോഗികളിൽ 34% വരുന്നുണ്ടെന്നും, അതിനാൽ ഇമ്മീഡിയറ്റ് വാക്സിനേഷൻ ഷുഡ് ബി ഗിവൺ ടു 60 ആൻഡ് എബോവ് ഏജ് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതുമാണ്. നാം തയ്യാറാക്കിയ ഈ സാമ്പിൾ പ്രൊജക്റ്റിൽ സെക്കൻഡറി ഡാറ്റകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ
ഇവിടെ ഗ്രന്ഥസൂചി അഥവാ ബിബ്ലിയോഗ്രാഫി എഴുതാനില്ല. താങ്ക് യു.